ആനപ്രേമികളുടെ എല്ലാ കാലത്തെയും ആവേശമായിരുന്ന ഗജവീരൻ മംഗലാംകുന്ന് അയ്യപ്പൻ ചരിഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. 55 വയസ്സായിരുന്നു. തൃശൂർ പൂരം ഉൾപ്പെടെ നിരവധി പൂരങ്ങളിലെ സാന്നിധ്യമായിരുന്നു മംഗലാംകുന്ന് അയ്യപ്പൻ. മലയാളം, തമിഴ് സിനിമകളിൽ തന്റെ ചന്തം കാട്ടിയിട്ടുള്ള ഗജവീരനാണ് അയ്യപ്പൻ. തമിഴിൽ രജനീകാന്ത് നായകനായ മുത്തു, ശരത് കുമാർ നായകനായ നാട്ടാമേ എന്നീ ചിത്രങ്ങളിൽ മംഗലാംകുന്ന് അയ്യപ്പൻ തിളങ്ങിയിട്ടുണ്ട്. മലയാളത്തിൽ ജയറാം നായകനായ ആനച്ചന്തം ഉൾപ്പെടെ ഒട്ടേറെ സിനിമകളുടെയും ഭാഗമായി. വിരിഞ്ഞ് ഉയർന്ന തലക്കുന്നി, ഭംഗിയുള്ള കൊമ്പുകൾ, നീളമുള്ള തുമ്പിക്കൈ, ഇവയൊക്കെയാണ് ഈ കൊമ്പന്റെ പ്രത്യേകതകൾ. 1992 ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്നാണ് മംഗലാംകുന്ന് സഹോദരന്മാർ അയ്യപ്പനെ സ്വന്തമാക്കിയത്. അന്ന് കൊമ്പന്റെ പ്രായം 25-ൽ താഴെയായിരുന്നു. തൃശൂർ പൂരത്തിന് പാറമേക്കാവ് വിഭാഗത്തിന് വേണ്ടി തിടമ്പേറ്റിയതോടെയാണ് അയ്യപ്പൻ ആനപ്രേമികൾക്കും പൂരപ്രേമികൾക്കും പ്രിയങ്കരനായത്. കേരളത്തിലുടനീളം മംഗലാംകുന്ന് അയ്യപ്പന് ആരാധകർ ഏറെയാണ്. കൊമ്പന്റെ വിയോഗമറിഞ്ഞതോടെ നിരവധി പേരാണ് സമൂഹമാധ്യമങ്ങളിൽ അയ്യപ്പന്റെ ഓർമ്മകൾ കുറിക്കുന്നത്. ചെറായിയിൽ നടന്ന തലപ്പൊക്ക മത്സരത്തിൽ ജേതാവായിട്ടുണ്ട്. പാദരോഗത്തെ തുടർന്ന് അവശനായ അയ്യപ്പൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തീറ്റയും വെള്ളവും എടുത്തിരുന്നില്ല. തുടർന്ന് ഇന്നലെ രാത്രിയോടെ ചെരിയുകയായിരുന്നു. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.